നല്ല സവോള സവോള, നല്ല കിഴങ്ങ്, കിലോയ്ക്ക് 25 രൂപ. മാമേ മാമേ വന്ന് മേടിക്കമ്മേ മേടിക്കമ്മേ, വാ വാ. നല്ല സവോള നല്ല സവോള. സവാള വന്ന് മേടിക്കും. കിലോയ്ക്ക് 25 രൂപയുള്ളൂ. നാടൻ കിഴങ്ങുണ്ട്, നാടൻ കിഴങ്ങ്. വാ ചേച്ചി, കിഴങ്ങിന് 28 രൂപ. ചേച്ചി സവാളയ്ക്ക് 25 രൂപ, കിഴങ്ങിന് 28 രൂപ. നല്ല നല്ല സവാള, നല്ല സവാള, നല്ല കിഴങ്ങ്. ആ ശരി ചേച്ചി, ശരി. ചേച്ചി സവോള ചേച്ചി പൈസ അതാ ചേച്ചി. ചേച്ചി വന്ന് സവോള മേടിക്കും. നാടൻ കിഴങ്ങുണ്ട്. ചേച്ചി പൈസ അതാ ചേച്ചി. പൈസ ഞാൻ തന്നല്ലോ ചേച്ചി. എനിക്ക് പൈസ ഒന്നും തന്നില്ല ചേച്ചി, മറന്നുപോയതായിരിക്കും. എനിക്ക് പൈസ തന്നില്ല. ഞാൻ പൈസയൊക്കെ തന്നെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പൈസ ഞാൻ തന്നതാ. തന്നില്ല ചേച്ചി എനിക്ക് പൈസ. ചേച്ചി തന്നെങ്കിൽ തന്നെന്നല്ലേ പറയണ്ടേ. തന്നില്ല പൈസ. താ ചേച്ചി എനിക്ക്. ഞാൻ ഇത് കൊണ്ട് വിറ്റിട്ട് വേണം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം മേടിച്ചു കൊടുക്കാൻ. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ കളിയൊക്കെ നോക്കണം. ഞാൻ പൈസയൊക്കെ തന്നതാ കേട്ടോ. ചേച്ചി ഞാൻ ചേച്ചിനെ കളിയാക്കിയതല്ലേ ചേച്ചി. ചേച്ചി സത്യമായിട്ട് എനിക്ക് പൈസ തന്നിട്ടില്ല ചേച്ചി. എനിക്ക് പൈസ താ. ഞാൻ ആരെയും കളിയാക്കിയല്ല. എൻ്റെ സാധനം വിറ്റിട്ടല്ലേ എനിക്ക് എല്ലാം മേടിക്കാൻ പറ്റുള്ളൂ ചേച്ചി. ചേച്ചി പൈസ എനിക്ക് താ. ഇപ്പൊ എന്തൊരു കൂത്താ. ഞാൻ പൈസ തന്നതാ. എന്നെ ഏതായാലും കളിയാക്കാനൊന്നും നോക്കണ്ട. വിലക്കുറവല്ലേ ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വേണ്ട കിടക്കുന്നു. ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. ചേച്ചി എന്തിനിങ്ങനെ കള്ളത്തരം പറയുന്നത്? എനിക്ക് പൈസ തന്നില്ല. എൻ്റെ ദൈവം, ഞാൻ എന്താ ചെയ്യാം ചേച്ചി? എനിക്ക് പൈസ താ ചേച്ചി. ഞാൻ ഇത് പിറ്റന്നാലല്ലേ എനിക്ക് വല്ല 10 പൈസ കിട്ടുള്ളൂ. ചേച്ചി താ ചേച്ചി എനിക്ക് പൈസ. ഞാൻ സാധനം വാങ്ങിച്ചിട്ട് ഈ ചേച്ചിക്ക് പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞ എന്റെ മക്കട്ടോട് കയറുക. ഞാൻ സാധനം വാങ്ങിച്ച പൈസയും കൊടുത്തു. ഈ ചേച്ചി മറന്നുപോയി കാണും. എൻ്റെ പൊന്നു മോളെ, ഞാൻ സാധനം കൊടുത്ത് ആ കൊച്ചെനിക്ക് 10 പൈസ പോലും തന്നില്ല. ആ കൊച്ചു പറഞ്ഞ പൈസ തന്നെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ ചെയ്യും? എന്ന് പറഞ്ഞാൽ തരിയല്ല. എത്ര നേരം ഞാൻ കിട്ടിയെന്നറിയാം ഇച്ചിരി പൈസയ്ക്ക് വേണ്ടിയിട്ട്. തരിയല്ല. എൻ്റെ കച്ചവടം പോയത് മിച്ചം. ഇതൊരു സ്ഥിരം പരിപാടിയാന്നേ. നിങ്ങൾ നിന്ന് കേട്ടൊന്നും വിശ്വസിക്കാൻ പോലെ. ഇങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് പൈസ പൈസ തന്നും പറഞ്ഞു. പച്ചക്കറിയാണെങ്കിൽ വിലക്കുറവിന് നമ്മളെ വിളിക്കുകയും ചെയ്യും. എന്നിട്ട് പൈസ തന്നില്ലെന്ന് പറഞ്ഞ് കള്ളത്തരവും പറയും. ചേച്ചി പോലീസിനെ വിളിക്കണോ? ഇവരുടെ സ്ഥിരം പരിപാടി നമുക്ക് പോലീസിനെ വിളിക്കുക. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെയുള്ള കള്ളികളെ പിടിച്ച് പോലീസിൽ തന്നെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. പോലീസിനെ ഒന്നും വിളിക്കണ്ടെന്നേ. ഇത് വേറെ പരിപാടിയല്ലേ. നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ടെന്നേ. ഇയാള് പൊക്കോ, ഞാനും പോവുക. എന്നാ ശരി ചേച്ചി. ചേച്ചി എൻ്റെ പൈസ തന്നിട്ട് പോ ചേച്ചി. ചേച്ചി എനിക്ക് പൈസ പോലും എന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് എല്ലാവരോടും ഞാൻ എന്നാ പറയണ്ടേ? എനിക്ക് പൈസ പോകുന്നുണ്ട്. ആ ചേച്ചിനെ പറ്റിച്ചും പോയി. എടി, ആ പിന്നില്ല, ഇന്ന് ഞാനൊരു പച്ചക്കറിക്കാരെ പറ്റിച്ചെടി. അതൊരു പാവം ചേച്ചിയായിരുന്നു. കാശ് എൻ്റെ കീശയിൽ ഇരുന്നാലും പച്ചക്കറി എൻ്റെ കയ്യിൽ തന്നെ കിട്ടി. ആ പുള്ളിക്കാരി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാൻ തോന്നി. അങ്ങനൊന്നൊരു പറ്റിച്ച് കുറേ പച്ചക്കറിയും കഴിഞ്ഞുണ്ടാകാൻ പോകുന്നത്. പിന്നെ അല്ലാണ്ട് ദൈവമേ, ഇന്ന് ഞാൻ ആ പച്ചക്കറിക്കാരിയെ പറ്റിച്ചപ്പോഴത്തേക്കും ആ തിരിച്ചടി എനിക്ക് തന്നെ കിട്ടിയിരുന്നു. എൻ്റെ ദൈവം തമ്പുരാനെ.